ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഈ റെയിൽവേ സ്റ്റേഷന് ഈ ട്രാക്കും ഒക്കെ. പക്ഷെ ഇപ്പോഴും 2026 ആയിട്ട് ഒരുപാട് ആളുകൾ ഈ ദ്വീപിൽ തന്നെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കേരളത്തിൽ പോവാത്ത അല്ലെങ്കിൽ കപ്പൽ യാത്ര നടത്തിയിട്ടില്ലാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന് പോലും അറിയാത്ത ആളുകൾ ഈ ഒരു കാലഘട്ടം പിന്നെ അങ്ങനെ നല്ല വരുമാനമുണ്ട്. ഇത് നമ്മ ഈ ചാനൽക്കാരില്ലേ, ഈ ചാനൽക്കാർ ആർക്കോ അല്ല നമ്മളല്ലേ ഒരു പബ്ലിഷ്ഡ് ഒരു യൂട്യൂബ് ഇങ്ങനെ അതെ ചാനൽക്കാരോ ഈ ഐലൻഡിന്റെ വരുമാനത്തെ പറ്റി നിങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. പെണ്ണുങ്ങളെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും, പെണ്ണുങ്ങളുടെ അങ്ങോട്ടാണ് പൈസ കൊടുക്കല്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കവരത്തിയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ജനങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അഗത്തിയിൽ നിന്നും കവരത്തിയിലേക്ക് പോകാനുള്ള ബോട്ടിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വെസലിന് ചാർജ് വരുന്നത് 700 രൂപയാണ് ഒരാൾക്ക് വരുന്ന അഡൽട്സിന്. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് ആണ് ഈ പ്രൈസ്, താഴെയുള്ളവർക്ക് ഹാഫ് പ്രൈസാണ് വരുന്നത് കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ബോട്ടിൽ ഉണ്ട്, അതായത് വെസലിലുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കയറുമ്പോൾ നമ്മൾ ബോട്ടിലാണ് കയറ്റിയതെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇറങ്ങുവാനായിട്ടുള്ള ആഴമുള്ളത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ പാക്കേജിൻ്റെ ആൾക്കാർ നമ്മൾ റിസീവ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ബാക്കിയുള്ള ദ്വീപിൽ വരുന്ന പോലെയല്ല, ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു വൈഡറായിട്ടുള്ള കുറച്ച് ബിൽഡിങ്സ് കാര്യങ്ങൾ, ഓട്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കവരത്തിയിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ പോലീസുകാർ നമ്മളെ എൻട്രി പതിപ്പിച്ച് തരും കേട്ടോ. ഞാൻ റൂമിൽ കയറി ബാഗൊക്കെ വെച്ചതിന് ശേഷം ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് ലൈറ്റ് ഹൗസ് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പടികൾ മേലോട്ട് കയറാനുണ്ട് കേട്ടോ. അതിന് ശേഷം മേലെന്നുള്ളൊരു വ്യൂ ഗംഭീരമാണ്. അനാർക്കലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവീസിൽ പൃഥ്വിരാജിൻ്റെയും ഇവരൊക്കെ ഒരു സീൻസ് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ദ്വീപിൻ്റെ ഒരറ്റായതുകൊണ്ട് തന്നെ 2 സൈഡിൽ നമുക്ക് കടൽ കാണാം കേട്ടോ. ഒരു റൈറ്റിലോട്ട് നോക്കൂ, അവിടെയും നമ്മളെ ദ്വീപിൻ്റെ ഏറ്റവും കടൽ സൈഡ് തന്നെയാണ്. ടവർ ഹൗസിൽ കയറാനായിട്ട് ചാർജ് വന്നിട്ട് 10 രൂപയാണ് ഓരോരുത്തർക്ക് വരുന്നത്. അതേപോലെ 20 രൂപ ക്യാമറയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. 3 മണി മുതൽ 5 മണി വരെ എൻട്രൻസ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും 6 മണി വരെ അവർ അലവ് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് ഈവനിങ്ങിൽ. ലൈറ്റ് ഹൗസിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അടുത്തുള്ള ഈസ്റ്റേൺ ജെട്ടി ഞങ്ങളൊന്ന് കാണാൻ പോയി. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ടോട്ടലായിട്ട് പറയുകയാണ് 2011 സെൻസസിൽ 11,000 സംതിങ് ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 15,000 എബോവ് ഉണ്ടെന്നാണ് അനുമാനിക്കുന്നത് കേട്ടോ. ദ്വീപിൻ്റെ ലെങ്ത്ത് ഏകദേശം 5.8 കിലോമീറ്റർ ആണ് ലെങ്ത്തിൽ. അതേപോലെ തന്നെ വിഡ്ത്തിൽ 1.2 ആണ് അപ്രോക്സിമേറ്റ്. അതൊരു കറക്റ്റ് പ്രൊപ്പോർഷണൽ ഷേപ്പിലല്ലാത്തത് കൊണ്ട് ലെങ്ത്തും മീൻസ് വിഡ്ത്തൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് അവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് മോഡ് പറയുന്നത് ഓട്ടോറിക്ഷ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടും. ബൈക്കൊക്കെ ഏകദേശം 200 രൂപയാണ് ഒരു ദിവസത്തിന് റെൻറ്റിന് വരുന്നത്. പെട്രോളിന് ഏകദേശം ഒരു 150 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ കിട്ടും. 150-200 അത് ഡിപ്പെൻസ് ഓൺ അവിടുത്തെ അവൈലബിലിറ്റി പോലെയാണ്. നമുക്കൊരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങി വരാം. അത്രയും വേണ്ട, നിന്നൊക്കെ വരുവാണെങ്കിൽ 1.5-2 മണിക്കൂറിലൊക്കെ മാക്സിമം നമുക്ക് കറങ്ങി വരാവുന്നതാണ്. അത്രയ്ക്കേ ഉള്ളൂ ദ്വീപിൻ്റെ ഒരു മാക്സിമം ഒരു എന്താ പറയുക ചുറ്റി കറങ്ങി വരാനായിട്ട്. ഇടയിലുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. 2,500 രൂപ മുതൽ 3,500 രൂപ വരെയൊക്കെ സ്കൂബ ആൾക്കാർ മേടിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഒരു ഡെപ്ത്ത് നമുക്ക് 6 മീറ്റർ, ഞാൻ 6 മീറ്ററിലാണ് പോയത്. അതേപോലെ 12 മീറ്ററിൻ്റെയും നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയ റേറ്റിൻ്റെ ഒരു 1000 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. 12 മീറ്റർ അബോവ് ഡെപ്ത്ത് പോകണമെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അവരൊക്കെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ പാക്കേജ് കൊണ്ടുവരുന്ന ആൾക്കാർ അവർ ചെയ്തു തരും, പക്ഷേ അത് എക്സ്ട്രാ പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് അവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പുറത്ത് വേറെ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാവുന്നതാണ്.
കവരത്തിയിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബൈക്കിൽ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. കൂടുതൽ എല്ലാ ഓഫീസുകളും കാണിച്ച് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു പഴയൊരു ട്രെയിൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരൻ ഒരാൾ അവിടെ നിന്ന് മാരേജ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട്സിൽ അവരുടെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ടും. ആ ട്രെയിനിൻ്റെ സ്ഥലം കാണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ ഒരു പണ്ടത്തെ ഒരു ഫാമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി. ഇവിടെ മൃഗങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ. വേണ്ടപ്പെട്ട ഒരാളെ കിട്ടിയിട്ടുണ്ട് ഹസനക്ക. നിങ്ങൾ ഇത്ര സ്മാർട്ടാണെന്ന് ചോദിച്ചു കാര്യം പെടപ്പെടാതെ വെച്ചിട്ടിങ്ങനെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വെച്ചാല് പഴയ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? അതെ 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 അതെ. അപ്പൊ ഇതിനെ പറ്റി എന്താണ്? അത് 70 കാലഘട്ടത്തില് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ, ഈ ട്രാക്കും ഒക്കെ. അപ്പൊ എൻ്റെ ഒരു ചെറുപ്പകാലത്തില് 95 കാലഘട്ടം ആ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, ഈ ആ കണ്ടാ തോന്നുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഞങ്ങളുടെ ഇവിടുത്തെ ആളുകളുടെ ഒരു ജെനറ്റിക്സ് പെട്ടെന്ന് പ്രായം തോന്നിക്കോന്നില്ല. അപ്പൊ അന്ന് 70 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊടുത്തതാണ്, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. പക്ഷെ ഇപ്പോഴും 2026 ആയിട്ട് ഒരുപാട് ആളുകൾ ഈ ദ്വീപിൽ തന്നെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കേരളത്തിൽ പോവാത്ത അല്ലെങ്കിൽ കപ്പൽ യാത്ര നടത്തിയിട്ടില്ലാത്ത ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന് പോലും അറിയാത്ത ആളുകൾ ഈ ഒരു കാലഘട്ടം പിന്നെ അപ്പൊ അന്നത്തെ കാലത്താണ് എന്ത് ട്രെയിൻ എന്നുള്ള ഒരു സാധനം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്. അതായത് ഇത് പറയട്ടെ, ഇവിടെ നിന്ന് പോയിട്ട് റൗണ്ട് ചെയ്ത് ഒരു കിലോമീറ്റർ ഉണ്ടാവോ? 1 കിലോമീറ്റർ ഒന്നും ഉണ്ടാവോന്നില്ല, തോന്നുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത് ഒരു ടോയ് ട്രെയിൻ പോലെയാണ് സെറ്റപ്പ്. അതെ 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 അതെ, എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അതെ, ഇങ്ങനെ വരുന്ന റൗണ്ട് ചെയ്ത് ഒരു സ്പോട്ടിൽ ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോ എത്രയാന്ന് കൃത്യമായിട്ട് ഓർമ്മ ഒന്നുമില്ല. 2 രൂപ എന്നാണ് എന്റെ ഒരു ഓർമ്മയിലുള്ളത്. എത്ര നാൾ ഓടി? 70 ഇറങ്ങിയിട്ട് പിന്നെ അതോടി ഞാൻ പറഞ്ഞില്ലേ 95 96 കാലഘട്ടങ്ങളിൽ എന്റെ ഓർമ്മ. അതെ 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 അതെ, ഓടി. അന്ന് അതിൻ്റെ അകത്ത് ഐസ്ക്രീം ഒക്കെ വിറ്റു ഇങ്ങനെ നടന്നിരുന്നു. ചായ നമ്മുടെ എങ്ങനെയാണോ അവിടുത്തെ ട്രെയിന് അതിനെ ഒരു ഉണ്ടാക്കിയെടുക്കലായിരുന്നു, ക്രിയേറ്റ് ചെയ്യലായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ വർഷങ്ങളായി ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് വിട്ടു. പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മകളായി മാത്രം ബാക്കിയായി ഇതെല്ലാം. ലക്ഷദ്വീപിൻ്റെ പൊതുമരാമത്ത് ഓഫീസാണ്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഈ ഏരിയയിലുണ്ട്. ഇത് VC ഒക്കെ വീഡിയോ കോൺഫറൻസ് ഒക്കെ വേറെയുള്ള ആളുകളൊക്കെ ഓഫീസർമാരൊക്കെ വീഡിയോ കോൺഫറൻസ് ചെയ്യുന്നത് ഈ റൂമിലൊക്കെയാണ്. ആണല്ലേ? അത് പഴയ പഞ്ചായത്തിലെ. ഇതെന്താ പറഞ്ഞു? ഇത് പഴയ പഞ്ചായത്ത്. കളക്ടർ ഓഫീസ് ഇരിക്കുന്നത് ഇവിടെയാണ്. അതിന്റെ താഴത്തുള്ളത് അഡ്വൈസർ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിന്റെ അഡ്വൈസർ ഉള്ളത് ആ റൂമിലാണ്. അതിന്റെ മുകളിലാണ് ഇവിടുത്തെ കളക്ടർ നിൽക്കുന്നത്. ഇത് കോടതി, അതാണ് കോടതി. ഈ കാണുന്നോ? അത്രേ ഉള്ളൂ അല്ലേ? ആ, കോടതി. ഇത് ദൂരദർശൻ. ഇങ്ങോട്ട് തിരിച്ചോ. ഇതാണ് സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം. അപ്പുറത്താ ജസ്റ്റ് കിട്ടൂല. കുട്ടികളെ കളിക്കുന്ന പാർക്ക് അതൊക്കെയാണ്. ഇതൊക്കെ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരു പോവുകയാണെങ്കിൽ റൗണ്ട് അടിക്കുകയാണെങ്കിൽ എല്ലാം കിട്ടാവുന്നതാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഇവിടുത്തെ അമ്പലം. ഒരു അമ്പലം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കൂടുതൽ മുസ്ലിംസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ആ ട്രെയിൻ വരുന്ന ട്രാക്ക് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. ആ ഒരു ഫീൽഡ് ഇവിടുത്തെ ജയിലാണ് കേട്ടോ. അത് ജയിലിൽ കുറ്റവാളികളൊന്നും ഇല്ലാത്തൊരു ജയിലാണ് കേട്ടോ. മറ്റേ പൃഥ്വിരാജിൻ്റെ സിനിമയിലെ ഏതോ ഒരു സെറ്റിട്ട രംഗമാണത്. ഈ ഭാഗത്ത് രംഗമല്ല,
ഇവിടെ ഷൂട്ട് ചെയ്ത ഏരിയ അതിപ്പോ പൊളിച്ചു കളഞ്ഞു വീടൊക്കെ. വാ കിണറുണ്ട് അല്ലേ ഇവിടെ? ഇപ്പോ കിണർ നല്ല വെള്ളം. അത് ശരി. ഓ ഒരു കാര്യം പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു അല്ല ഇവിടെ ആഴം കുറവാ അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഉള്ളൂ? അതെ, ആകെ 10 അടി ഉണ്ടാവില്ല. ഉപ്പുവെള്ളം ഒന്നല്ല, നല്ല വെള്ളം നേരിട്ട് കുടിക്കാം. ഞങ്ങളുടെ നാട്ടിലത്തെ പുരോഗമനം തടഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം ഈ പള്ളി. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇനി ഒരു കപ്പൽ കാണാൻ പോകട്ടോ. ഇവിടെ മുന്നേ കരക്കടിഞ്ഞതാണ്. വെള്ളം കുറവ് കാരണം പിന്നെ തിരിച്ചിറക്കാൻ പറ്റാണ്ട് ഇവിടെ പെട്ടുപോയതാണ്. കടക്കാനായിട്ട് നമ്മുടെ ആ ഭാഗത്ത് അത് കൂടി മാത്രമേ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. പിന്നെ ഈ ചുറ്റുഭാഗം മൊത്തം എന്ത് ചെയ്തു, ഇങ്ങനത്തെ വലിയ വലിയ കല്ലുകളാണ്. ആ വലിയ കല്ലുള്ള സ്ഥലത്താണ് നമ്മൾ അവിടെ ഇത് കണ്ടില്ലേ, ആ ഒരു ലൈറ്റ് ഇങ്ങനെ. ഹസൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് റൂട്ട് ഉണ്ട് നമുക്ക് ഷിപ്പിനൊക്കെ വരാനായിട്ട്. അപ്പം മുന്നേ അത് ശ്രദ്ധിക്കാതെ വേറെ റൂട്ടിൽ കൂടെ വന്നപ്പോൾ പെട്ടുപോയതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിലേ വന്നിട്ട് കേറിയിട്ട് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അതുമാതിരി അവിടെ ഒരു ഉരുവ് കിടക്കുന്നതാണ്. പിന്നെ ഇറങ്ങുന്നില്ല, അതാണോ? അത് ഇടിച്ചു വീണോ? അതെ, കേറിക്കഴിഞ്ഞാൽ പിന്നെ ഇറക്കാൻ പറ്റൂലല്ലോ. അത് മൊത്തം അങ്ങനെ ഇതില് കൊണ്ടുവന്ന സിമെന്റ് കമ്പി ലോഡൊക്കെ എന്ത് ചെയ്തു, മൊത്തം ഇതിനകത്ത് വെച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ ഇറക്കാൻ പറ്റിയില്ല. അതുമാതിരിയാണ് അവിടുത്തെ ഒരു ഉരു കേറിയിട്ട് കണ്ടിട്ടുണ്ടോ? വരുന്ന സമയത്ത് കണ്ടില്ലേ? അതുമാതിരി എന്ത് ചെയ്തു, റൂട്ട് മാറിയിട്ട് അഗത്തി ദ്വീപിലോട്ട് പോയായിരുന്നു. റൂട്ട് മാറിയിട്ട് അങ്ങനെ കേറി, അതിന് ഇറക്കാൻ പറ്റിയിട്ടില്ല. കവരത്തി പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അത്. കേസുകളൊക്കെ വളരെ കുറവാണ്. അഡ്മിനിസ്ട്രേറ്റർ താമസിക്കുന്ന ബംഗ്ലാവ്. ഇത് ഒരു തിരിച്ചു പോകാൻ പറ്റില്ല ആൾക്ക്. ഓ കാണുന്നുണ്ടല്ലോ സൂമാക്കിയ. കവരത്തി വടക്ക് ഏരിയ ആണ്. അനാർക്കലി ഫിലിമിൽ കണ്ട ഒരു ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം. എന്താ പറയാ, വേറെന്താ വിശേഷം? നമുക്കുള്ളത് കവരത്തി അഡ്മിനിസ്ട്രേറ്ററുടെ ബംഗ്ലാവിന്റെ ഫ്രണ്ടിലാണ്. ഇതിന്റെ ഈ സ്ഥലത്തിന് പേര് പറയുന്നത് ലവ് ലാൻഡ്. അതെന്താ ലവ് ലാൻഡ്? സ്നേഹതീരം. ആ സാധാരണ ആളുകളൊക്കെ ഒരു കൂളായിട്ടൊരു സ്നേഹ സല്ലാപങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെയാ. ഞാനിപ്പോ ഇതിൽ നോക്കിയപ്പോ പോപ്പുലേഷൻ 11,000 കണ്ടത്. അതേപോലെ ഒരു ഇത് നോക്കിയപ്പോ 6 കിലോമീറ്റർ ലോങ്ങും ഏകദേശം 2 കിലോമീറ്റർ താഴെ വീതിയും. ഏകദേശം അങ്ങനെ കുറച്ച് മാറ്റം ഉണ്ടാവും. ഏകദേശം ഒരു കോഴിയുടെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് ചെറിയ അതിന്റെ ഒരു ഷേപ്പ് കണ്ടിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ലൈഫ് ഇവിടെ? ഇവിടെ ഒരു കൂളാണ്, ചില്ലായിട്ടുള്ള ഒരു ഏരിയ, നാച്ചുറൽ നാടൻ തനിമയിൽ അങ്ങനെ പോവാം. അത്രയും അതെ. നമ്മുടെ കയ്യിൽ ഇപ്പൊ നയാ പൈസ ഇല്ലെങ്കിലും അടിപൊളി ഹാപ്പിയാണ്. ഇനി എത്ര പൈസ ഉണ്ടെങ്കിലും എപ്പോഴും ഓക്കെയാണ്. ഇല്ലെങ്കിലും കൂളായിട്ട് ഇപ്പൊ നല്ല ഫ്രഷ് വായു ഇങ്ങനെ ചില്ലായിട്ട് എവിടെ വേണമെങ്കിലും വന്നിരിക്കാം. പൈസ ഇല്ലെങ്കിലും പ്രശ്നമാണ്. പക്ഷെ നമ്മ കേരളത്താണെങ്കിൽ പുറത്തിറങ്ങണമെങ്കിൽ മിനിമം ഒരു 10,000 ഉറുപ്പ്യ കയ്യിൽ വേണം. എല്ലാവരും മാർക്കറ്റിൽ പോയി വരാണെങ്കിലൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തുള്ള ഓരോ റൂമും എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും പോവാം. മൊത്തമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമാണ്. അതെ 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 അതെ. പിന്നെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഇതുവരെ കണ്ടോടത്തോളം ഇടയിലൊക്കെ നിർത്തി ഓരോരുത്തർ ചായ പിടിച്ചു അറിയുന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ എവിടെ നിന്ന് കാണുമ്പോഴേ പുറത്തുനിന്നുള്ളവരൊന്നും മനസ്സിലാവുമല്ലോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, നമ്മളിപ്പോ വണ്ടിയിൽ വരുന്ന ടൈമിൽ തന്നെയും കണ്ടില്ലേ എല്ലാരും ചിരിച്ചിട്ടല്ലേ പോകുന്നത് കണ്ടിട്ട്. അതെ, എല്ലാരും അറിയുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ നോർമലി നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇറങ്ങേണ്ടി വരും അത് കാണുന്ന ആളുകൾ തന്നെ. ഇപ്പൊ അമ്മ അങ്ങനെ ഇവിടെ മാരേജ് കഴിക്കുമ്പോ ലേഡീസിന്റെ വീട്ടിലാണ്. അതെ അതെ, പെണ്ണുങ്ങളെ അതെ അതെ അതെ, പെണ്ണുങ്ങളെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. പെണ്ണുങ്ങളുടെ അങ്ങോട്ടാണ് പൈസ കൊടുക്കല്. അപ്പൊ കുറഞ്ഞതൊരു ഏറ്റവും കുറഞ്ഞ ഒരു 5 ലക്ഷം 10 ലക്ഷം എന്തായാലും പൈസ വീട്ടുകാര് ഓൾറെഡി. എന്താന്ന് വെച്ചാല് ഒരു പെണ്ണുണ്ടായി കഴിഞ്ഞാല് ഓൾ ഒരു പെണ്ണാണെങ്കിൽ ആ വീട് എന്ത് ചെയ്യും, ഓൾക്കാണ് ഉള്ളത് തറവാട്. അപ്പൊ ആ വീട് ഓൾറെഡി പണിയെടുക്കും. ഇപ്പൊ ഒരു പുതിയപ്പള വരാണല്ലോ, അപ്പൊ ഓൾക്കൊരു വീട് റൂം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ആ വീട് ഫുള്ള് പണിയെടുക്കും. ഇവിടെ അങ്ങനെ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല. എന്നാലും എന്താന്ന് വെച്ചാല് എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇങ്ങളെ വീട്ടിലത്തെ കല്യാണത്തിന് ഞാൻ എന്ത് ചെയ്യും, ഒരു 1000 രൂപ കൊണ്ടുവന്ന് തന്നെന്ന് വെച്ചോ. എന്റെ വീട്ടിലത്തെ കല്യാണം ആകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും,
ഒരു 500 കൂട്ടിയിട്ട് എന്തായാലും ഒരു 500 കൂട്ടിയിട്ട് കൊണ്ടുവന്ന് തരും. സാധാരണ അങ്ങനെയാണ് നോർമലി. അപ്പൊ ഇനി എല്ലാ ഹെൽപ്പും ഇപ്പൊ വീട്ടിലത്തെ എല്ലാ പണിയാണെങ്കിലും കല്യാണത്തെ അന്ന് മുതൽ മുളക് വറുക്കുന്നത് മുതല് പാത്രം കഴുകി വെക്കുന്നത് വരെ എല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കും. ഇവിടെ നമ്മുടെ നിങ്ങൾ അവിടുത്തെ മാതിരി ഇവന്റ് മാനേജ്മെന്റ് ഒന്നും അല്ല. എന്നാലും ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന് വെച്ചാല് കല്യാണം ഒരുമിച്ചാണ് വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഒന്നിരിക്കും നമ്മുടെ പരിചയക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരായിരിക്കും, അല്ലെങ്കിൽ അയൽവാസികളായിരിക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്താണ് പോകേണ്ടി വരും. ഇവിടെയും പോണം അവിടെയും പോണം. അതെ, കവരത്തിയിൽ കുറവാണ്. ബാക്കി ദ്വീപ് മിനിക്കോയി, ആന്ധ്രു, ബാക്കിയുള്ള ദ്വീപുകളിൽ പുറത്തു പോകലുണ്ട്. കവരത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുറത്തു പോകലൊന്നുമില്ല. ഇവിടെ ഗവൺമെന്റ് ജോലി ഉണ്ട്, എന്നാലും ആദ്യ കാലങ്ങളിൽ അധികമൊന്നും ആയിട്ടില്ല. എല്ലാം ഈ കടല് മീൻ പിടിക്കുക അല്ലെങ്കിൽ ഈ കൊപ്ര ഇത് കൊണ്ടാണ് എന്ത് ചെയ്തു ജീവിച്ചിരുന്നത്. അത് ഇപ്പോഴാണ് വന്നത്. അതെ അതെ അതെ, ഇപ്പോഴാണ് അതൊക്കെ വന്നത്. ഗവൺമെന്റ് ജോലി ആണെങ്കിലും സാധാരണ നോർമലി എന്താണോ അന്നുള്ള കിട്ടുന്ന പൈസ കൊണ്ട് അങ്ങനെ കഴിയുക. അതാണ് നമുക്ക് ഞാൻ കണ്ട കവരത്തിക്കാരുടെ ഒരു ലൈഫ്. അന്ന് കിട്ടുന്ന പൈസ അന്ന് അത്രേ ഉള്ളൂ. ഒരു ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ഒക്ടോബർ മുതലാണ് നല്ല സമയം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ വരെ ഓക്കെ. മെയ് മഴ വന്നാൽ പിന്നെ ഇവിടെ ഒരു അല്ലേ ആ കാലവർഷം അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ നമ്മ പൊതുവെ എപ്പോഴും പറയുന്നത് നമ്മ ഇവിടത്തെ യാത്രാ ബുദ്ധിമുട്ട് നമ്മുടെ പുറത്തുള്ള ആളുകൾക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവൂല. ഇപ്പൊ ഞാൻ ദുബായിക്ക് പോവാണ്, നമുക്ക് പോവാം. അല്ലെങ്കിൽ വൈകുന്നേരം നമുക്കൊന്ന് സൗദി പോവാം, ഖത്തർ പോവാം, അമേരിക്ക പോവാം. നമ്മളെപ്പോഴാണോ എവിടേക്കാണോ കരുതുന്നത് ആ ടൈമിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മ വിചാരിക്കുന്ന ടൈമിൽ നമുക്ക് പോകാൻ പറ്റൂല. ഇനി എന്ത് വലിയ ആളായാലും ശരിയാണ്, ഒരിക്കലും പറ്റൂല. ഷിപ്പിന്റെ പ്രോബ്ലം ഒക്കെ വന്നപ്പോഴാണ് ഷിപ്പൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലായത് ചെയ്തതിന് ശേഷം. അപ്പൊ അത് നമുക്ക് ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും പോകണമെങ്കിൽ കൂടുതൽ ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ് എന്താ ഇടാത്തത് എന്താണ്? അങ്ങനെ ഒരു നിങ്ങൾ റൈസ് ചെയ്തിട്ടുണ്ടോ ഒരു പ്രോബ്ലം? അതുണ്ട്. പക്ഷേ മുമ്പത്തെ അപേക്ഷിച്ച് ഷിപ്പുകളിപ്പോ കൂടിയിട്ടുണ്ടെങ്കിലും പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ വായിക്കുന്നത് ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ കണ്ടില്ലേ, നോർമൽ ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇപ്പൊ തിരിച്ചു പോവാനൊക്കെ ഭയങ്കര ചാർജാണ്. 15,000 25,000 രൂപ ഒക്കെയാണ്. 25,000 അറിയാമല്ലോ, നമുക്ക് ഫീൽഡ് ട്രിപ്പ് വേണമെങ്കിൽ അടിക്കാം, ആ പൈസക്ക് പോയി വരാൻ പറ്റും. ഇവിടെ 25,000 കൊടുത്താൽ ഒരു പച്ചവെള്ളം പോലും അതിനകത്തുനിന്ന് കിട്ടുമൊന്നുമില്ല. ആ അതിൽ കയറേണ്ടി വരും. ആകെ 1.5 മണിക്കൂറിനാണ് ആ റൈറ്റ്. അപ്പൊ അത്രയും എമൗണ്ട് കൂട്ടിയാലും ആളുകളെ എന്ത് ചെയ്യുന്നു, ഒരു പിഴിഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. അവളെ ആ ഒരു ഇത് ചൂഷണം ചെയ്യുന്ന പോലെയാണ് എല്ലാ കാര്യത്തിലും. ഇല്ല. അതെ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടത്തെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര കോൾ വരുമെന്ന് അറിയാം എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നേ വരെ ടിക്കറ്റോ പെർമിറ്റോ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല. ഇവരിങ്ങനെ ചോദിക്കും അവർക്ക് എത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞത് കോഴിക്കോട് അങ്ങാടിക്ക് പോകുന്ന പോലെ എത്ര എളുപ്പമെന്നുള്ള കാര്യമൊന്നും അല്ല ഇങ്ങോട്ട് വരുന്നത്. അവർ പറഞ്ഞാൽ മനസ്സിലാവൂല. പല ആളുകളും ഇവിടെ വന്ന് ഇപ്പൊ കുറഞ്ഞു പോയി. ഈ 2 വർഷം മുമ്പേ എനിക്ക് ഒരുപാട് ആളുകളുടെ അനുഭവമുണ്ട്. ഇവിടെ വന്നിട്ട് നെടു റോട്ടിൽ ഇത്ര ഫാമിലിയാണെന്നറിയോ ഇരിക്കുന്നത്. നമ്മ കണ്ടു കഴിഞ്ഞാല് അപ്പൊ നമ്മ ഹെൽപ്പ് ചെയ്തു ഒരു അതുമാതിരി വേറെ ആളുകൾ ഇവിടെ വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് പറയും. നാട്ടിലുള്ള ആളുകൾ കുടുങ്ങി, ഞങ്ങൾ ഇവിടെ ദ്വീപിലാണ് കുടുങ്ങിപ്പോയി എന്ന് പറയും. അവരെന്ത് ചെയ്യും, അവരന്വേഷിക്കും. ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടാവും. നേരെ നമ്മൾ വിളിക്കും, ഇങ്ങനെ വന്ന് കുടുങ്ങിയിട്ടുണ്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവര് ഒരാളാണെങ്കിൽ പോട്ടെ. അങ്ങനത്തെ എത്ര ആളുകളാണെന്ന് വരുമെന്നറിയോ. അങ്ങനെ 2 വർഷം മുമ്പ് ആ ഒരു കാര്യത്തിൽ കംപ്ലൈന്റ് ആയപ്പോൾ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വെച്ചാൽ മാത്രമേ പെർമിറ്റ് അടിക്കൂ എന്നുള്ളൊരു നിയമമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഈ സാധാരണ ആളുകൾ എന്ത് ചെയ്യും, ഈ നെക്കാപ്പിച്ച കാശിന് വേണ്ടി എന്ത് ചെയ്യും, ഏജന്റുമാര് 3000-ന് ദ്വീപ് പോവാം, 5000-ന് ദ്വീപ് പോവാന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ 5000-ന് ചാടിക്കേറി വരും. അത് ഈ പെർമിറ്റ് മാത്രം എടുക്കുന്നതാണ്. ഇവിടെ വന്നാൽ ടിക്കറ്റിന്റെ കാര്യം അറിയോ, ഇല്ല, അയ്യോ കയറാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ആർത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അന്ന് നമ്മുടെ ഇവിടുത്തെ പോലീസന്മാരായിക്കോട്ടെ ആളുകളായിക്കോട്ടെ മാക്സിമം എന്ത് ചെയ്ത്
സപ്പോർട്ട് ചെയ്തിട്ട് കയറ്റിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് വരെ ഒരു പയ്യനുണ്ട് ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സൈക്കിള് വീട്ടിൽ ഒരു സൈക്കിൾ എടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ എത്ര ആൾക്കാരാ വരുന്നത്. ഓന് ടിക്കറ്റ് കിട്ടിയില്ല. ഓനെ ഏജന്റിന് പോലും ഓനും അറിയില്ല. ഓന്റെ ഒരു ചങ്ങാതി ഇവിടെ എന്തോ വർക്ക് ചെയ്യുന്ന ആളാ. ഓനാണ് എന്ത് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് വിട്ടെ. എനിക്ക് 18-ാം തീയതി അവിടെ ദുബായിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർത്തിട്ട് കാര്യമുണ്ടോ. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇന്നലെ മുനിയാന്ന് കപ്പലുണ്ടായിരുന്നു. അതിനെന്ത് ചെയ്തു, അവരെ നിർത്തി വേണമെങ്കിൽ ടിക്കറ്റ് കിട്ടിയാ കയറാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇവൻ വന്ന് ഇങ്ങനെ നിന്നാലേ എങ്ങനെ കിട്ടാനാണ്? ഇവനാരെങ്കിലും അറിയോ? ഇവനാരെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് വരുമ്പോ സെലക്ട് ചെയ്യേണ്ട ഏജൻസി അതൊക്കെ നല്ല പഠിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഫോൺ വിളിക്കാൻ നിങ്ങൾക്ക് എന്നെ അറിയില്ല. ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നാൽ എന്നെ അറിയോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഒപ്പം കൂടെ നടന്ന് ഈ നാടിന്റെ പൾസ് അറിയുന്ന ആളുകൾക്ക് ഈ നാടിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പൊ കണ്ടില്ലേ, വണ്ടി കിട്ടൂല, ഓട്ടോ കിട്ടൂല, പെട്രോളിന്റെ ടൈറ്റ്, അതൊക്കെ മാറ്റാൻ പറ്റുന്ന ആളുകൾ, ഈ നാട് അറിയുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും. മറ്റേ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റേ ഡീസലിന്റെ വലിയ ജനറേറ്റർ എല്ലാ വീട്ടിലേക്ക് എത്തും. അങ്ങനെ 4 വലിയ ജനറേറ്റർ ഉണ്ട്. അതിൽ നോർമലി ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഈ ഒരു പറഞ്ഞ റേറ്റ് തന്നെയും വരും. 1500-2000 വരും. ഒരു TV, ഒരു ഫ്രിഡ്ജ്, ഒരു AC ആ ഒരു ഇതിൽ റൺ ചെയ്തോണ്ടുവാണെങ്കിൽ എന്തായാലും ഈ ഒരു റേറ്റ് എന്തായാലും വരും. പിന്നെ അതാ ഡീസൽ. നെക്സ്റ്റ് ചോദിക്കാൻ വന്നത് വെള്ളത്തിന്റെ കേസ്, നല്ല കുടിവെള്ളത്തിന് മറ്റേ ശുചീകരിച്ചിട്ട് NIOT ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇനി ഓട്ടക്കിന്റെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട്. അത് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സീനിയറായ ഒരു സിറ്റിസൺ അവിടെ കണ്ടുമുട്ടിയിട്ട് അപ്പോൾ അവരുടെ കുറച്ച് വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടിരുന്നു കുറച്ച് നേരം. ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ അവർ സംതൃപ്തരല്ല. അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണല്ലോ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറയായിരുന്നു. ലൈറ്റ് ഹൗസിന്റെ പൈസ അങ്ങനെ നല്ല വരുമാനമുണ്ട്. ഇത് നമ്മ ഈ ചാനൽക്കാരില്ലേ, ഈ ചാനൽക്കാർ ആർക്കോ അല്ല, നമ്മളല്ലേ ഒരു പബ്ലിഷ്ഡ് ഒരു യൂട്യൂബ് ഇങ്ങനെ അതെ ചാനൽക്കാരോ ഈ ഐലൻഡിന്റെ വരുമാനത്തെ പറ്റി നിങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. എൻ്റെ ഏത് പാർട്ടി ഭരിച്ചാലും ഇന്ത്യക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെയും ചാനലും കീനലും ബീനലും ഇങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ നിങ്ങൾ പറയാൻ അപ്പോൾ അന്നേരം പറയും അവിടുത്തെ ഇതിലും പബ്ലിഷ്ഡ് ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വൈമത്സ്യം ഉണ്ടായത്, പറയാൻ വിസമ്മതം ഉണ്ടായത്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് പറയാവോ ഐലൻഡുകാർക്ക്? മലയാളികൾ പോയി സ്പോൺസർമാർ മുഖേന പോയി അവിടെ പല ചരിത്രങ്ങളും അറിയുന്നുണ്ട്. എന്നാൽ അവർ കേരളത്തിൽ നിന്നോ ലോകരാഷ്ട്രം 58 ഉണ്ടെങ്കിൽ അവിടുത്തെ ആണും പെണ്ണും കൂട്ടുകുടുംബമായിട്ട് വ്യക്തിയും എൻ്റെ അവരും കൂടെ പറയാൻ ഉണ്ട വിഴുങ്ങിയതുപോലെ. അപ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞ് ഒന്നെല്ലാം പബ്ലിക്ക് ഇവിടെ വരുമാനം. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു മാണിക്കമാണ്. 58 രാഷ്ട്രത്തിൽ നിന്ന് ഇന്ത്യക്ക് ശത്രുക്കളായിട്ട് ഉള്ളവരാരെങ്കിലും ചൈന, ഇറ്റലി, ജർമ്മൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 36 ദ്വീപിലും വന്നെത്തിക്കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ഐലൻഡ് ടു മെയിലാൻഡ്, 400 കിലോമീറ്റർ പിന്നെ അവിടേക്ക് നമുക്ക് എത്തിക്കളയാൻ പോരാ. എഗെയിൻ കൊച്ചി ടു കവരത്തി, കവരത്തി ടു കൊച്ചി 410 കിലോമീറ്റർ ഡിവൈഡ്. അങ്ങനെ ഒന്നും പേടിക്കാനില്ല. അനുഗ്രഹങ്ങൾ കുന്നുകൂടി സ്വർഗരോഗമാക്കി പടച്ച റബ്ബുൽ ഇസ്സത്ത് മിനൻ നബിയ്യീന വൽ സിദ്ദീഖീന വശുഹദാഇ വസാലിഹീങ്ങൾ കൂടി സ്വർഗരോഗമാക്കി വിട്ടത് സ്വർഗരോഗമാണ് 36 ഐലൻഡ് ദി ഫോറസ്റ്റ് ഫീൽഡ് ഓർ ദി ഫീൽഡ്. അതായത് 60% തെങ്ങ് കൃഷിയും മറ്റുള്ള ഈ പംകിൻ, സിനേക്കാട്, ബിറ്റർകാട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഓർ ദി റൈസ് ഫീൽഡ്. 58 ഈ ഒരു ഏരിയ മനാർക്കലി എന്ന് പറഞ്ഞ മൂവിയിൽ ചെറിയൊരു ഭാഗമുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ വെള്ളമൊക്കെ കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചിട്ട് നമുക്ക് പൈപ്പിൽ കൂടെ കുടിവെള്ളമായിട്ട് വരുന്ന അവിടെ എങ്ങനെയാണ് നടക്കുന്നതൊക്കെ കാണാനായിട്ട് ഉള്ളിൽ കയറി. ഇത് കവരത്തിയിലെ ജുമാഅത്ത് പള്ളിയാണ്.
കവരത്തിയിൽ വന്നാൽ മറ്റ് ദ്വീപുകൾ പോലെയല്ല, നമുക്ക് ഒരുപാട് ഹോട്ടൽസുകളും ചായ കുടിക്കാനും എല്ലാത്തിനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആകെ കൂടി പെട്രോൾ പമ്പുള്ള ഒരു ദ്വീപാണ് കവരത്തി ദ്വീപ്. പെട്രോൾ എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. ഈ ഒരു റെസ്റ്റോറൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അൽഫിയ കിച്ചൺ. ഞങ്ങൾ പോയിട്ട് നല്ല ഫുഡാണ്, നന്നായിരുന്നു. ഈവനിങ് സമയത്ത് ഇങ്ങനെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്തമാനം പറയലൊക്കെയാണ് അവിടുത്തെ നേരം പോക്ക്. അതേപോലെ നമുക്ക് ഇത് കണ്ടോ, ഈ ഒരു പ്ലേറ്റിൽ നമുക്കിപ്പോൾ ഒരു കടി കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ വേണ്ടത് ആവശ്യമുള്ളതല്ല ചോദിക്കുക. പക്ഷേ അവിടെ ചില സ്ഥലത്ത് ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ കുറേ ഇങ്ങോട്ട് തരും, അതിൽ നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് ബാലൻസ് അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ മ്യൂസിയത്തിലേക്ക് പോവാണ്. ഇത് കവരത്തിയിലെ മ്യൂസിയമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചാർജബിളാണ്. കവരത്തി നമുക്ക് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലായതുകൊണ്ട് തന്നെ ഒരുപാട് ബിൽഡിങ്സുകളും ഗവൺമെൻറ് ഓഫീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് മെയിൻ ജെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഈ ഒരു ജ്വല്ലറി ബിൽഡിംഗ് ആണ് കേട്ടോ. അത് ഏതോ കാരണം കൊണ്ട് അത് ഓപ്പൺ ആവാൻ പറ്റിയില്ല, പക്ഷേ നമുക്കൊരു ലാൻഡ് മാർക്കായിട്ട് ഞാൻ അതാണ് കൂടുതലും പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ കവരത്തിയിലെ വിശേഷങ്ങൾ ഇവിടെ തൽക്കാലം നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് പിന്നെ സ്കൂബ ചെയ്തതിൻ്റെയും അതേപോലെ നാട്ടിലേക്ക് കൊച്ചിയിലേക്ക് പോയ ഷിപ്പിൻ്റെയും വിശേഷങ്ങളൊക്കെയാണ്.